ശബരിമല 18-ാം പടിയിലെ പോലീസ് ഫോട്ടോഷൂട്ട് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സംഭവത്തിൽ ADGP എസ് ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. എസ് ശ്രീകാന്ത് ആ വാർത്തയോട് ഒരു ചെയ്യുന്നു. ശ്രീകാന്ത്, കോടതി ആ വിഷയത്തിൽ എടുക്കുന്ന സമീപനം നിലപാട് എന്താണ്? ഒരു പോലീസുകാർക്ക് ഒരു പിഴവ് പറ്റി എന്ന ഒരു എന്താണ് ഒരു അനുതാപപൂർണമായ നിലപാടാണോ കോടതി സ്വീകരിക്കുന്നത്? ശ്രീകാന്ത്, ഇന്ന് ADGP ശ്രീജിത്ത് കോടതി മുൻപാകെ ഹാജരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അത് അവരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു വീഴ്ചയാണ്, ഒരു പിഴവാണ്. സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കോടതി ഒരു അനുതാപപൂർണമായ നിലപാട് എടുത്തിട്ടുണ്ട്. എങ്കിലും കോടതി അതൃപ്തി മറച്ചു വെച്ചതുമില്ല. മനഃപൂർവ്വമാണ് അവരിത് ചെയ്തത് എന്ന് കരുതുന്നില്ല. എങ്കിലും ഇത് അംഗീകരിക്കാനാകില്ല എന്ന് ADGPയോട് കോടതി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മാളികപ്പുറത്തെ ഈ തേങ്ങയുരുട്ടൽ ചടങ്ങുമായി ബന്ധപ്പെട്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആചാരമല്ല എന്നൊരു കാര്യമാണ് കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ആചാരമല്ലാത്ത നടപടികൾ ഉടൻ അവസാനിപ്പിക്കണം എന്ന കാര്യവും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 74,462 ഭക്തരാണെന്നും പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നും ADGP അറിയിക്കുകയും ചെയ്തു. തൽക്കാലം ആ പോലീസുകാർക്ക് എതിരെ കടുത്ത നടപടി പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇതൊക്കെ പറയുമ്പോഴും ആ പോലീസുകാർ അവിടെ വലിയ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാർ ചെയ്തുകൂടാത്തതാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. അത് ആചാരലംഘനത്തിൻ്റെ പരിധിയിലൊക്കെ വരുന്നതാണ്. പക്ഷേ അവർ ചെയ്യുന്ന ആ വലിയ കഠിനാധ്വാനത്തിൻ്റെ, വലിയ സേവനത്തിൻ്റെ ഒക്കെ ഒരു മൂല്യം കണക്കിലെടുത്ത് കോടതി ഒരു അനുതാപപൂർവമായ സമീപനം അവരോട് സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.